12/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ഇപ്പോൾ നിങ്ങളുടെ പാലനം ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലിരിക്കവേ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ ചുവടിലും നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കൂ. അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും. ചോദ്യം: ശിക്ഷകളിൽ നിന്നും ഒഴിവാകുന്നതിനായി ഏതൊരു പുരുഷാർത്ഥം വളരെയധികം സമയത്തിൻ്റേത് ആവശ്യമാണ്? ഉത്തരം: നഷ്ടോമോഹ ആകുന്നതിൻ്റെ. ആരിലും മമത്വം ഉണ്ടാകരുത്. തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, നമുക്ക് ആരിലും മോഹം ഇല്ലല്ലോ. ഏതെങ്കിലും പഴയ ബന്ധം അന്തിമത്തിൽ ഓർമ്മ വരരുത്. യോഗബലത്തിലൂടെ എല്ലാ കണക്കുകളും സമാപ്തമാക്കണം. അപ്പോൾ തന്നെയാണ് ശിക്ഷകളില്ലാതെ ഉയർന്ന പദവി ലഭിക്കുന്നത്. ഓം ശാന്തി. ഇപ്പോൾ നിങ്ങൾ ആരുടെ മുന്നിലിരിക്കുകയാണ്? ബാബ്ദാദയുടെ. ബാബ എന്നും പറയേണ്ടി വരും, ദാദാ എന്നും പറയേണ്ടി വരും. ബാബയും ഈ ദാദയിലൂടെ നിങ്ങളുടെ മുന്നിലിരിക്കുകയാണ്. നിങ്ങൾ പുറത്താണ് കഴിയുന്നതെങ്കിൽ അവിടെ ഇരുന്ന് ബാബയെ ഓർമ്മിക്കേണ്ടി വരുന്നു, കത്തെഴുതേണ്ടി വരുന്നു. ഇവിടെ നിങ്ങൾ മുന്നിലാണ്. സംസാരിക്കുന്നു. ആരോടൊപ്പം? ബാബ്ദാദയോടൊപ്പം. ഇത് ഉയർന്നതിലും ഉയർന്ന 2 അതോറിറ്റിയാണ്. ബ്രഹ്മാവ് സാകാരമാണ്, ശിവൻ നിരാകാരമാണ്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ഉയർന്നതിലും ഉയർന്ന അതോറിറ്റി ബാബയുമായി എങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്. ആരെയാണോ പതീത പാവനൻ എന്ന് വിളിക്കുന്ന പരിധിയില്ലാത്ത പിതാവ്, ആ ഒന്നിൻ്റെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലിൽ ഇരിക്കുകയാണ്. ബാബ കുട്ടികളുടെ പാലനം ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലിരിക്കുമ്പോഴും കുട്ടികൾക്ക് നിർദ്ദേശം ലഭിക്കുന്നു, വീട്ടിൽ ഈ പ്രകാരം പോയിക്കൊണ്ടിരിക്കൂ എന്ന്. ഇപ്പോൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുമെങ്കിൽ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാകും. കുട്ടികൾ അറിയുന്നുണ്ട്, നമ്മൾ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മതത്തിലൂടെ ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നു. മനുഷ്യ സൃഷ്ടിയിൽ ഉയർന്നതിലും ഉയർന്നത് ഈ ലക്ഷ്മി നാരായണൻ്റെ പദവിയാണ്. ഇവർ പാസ്റ്റിലായിരിക്കുകയാണ്. മനുഷ്യർ പോയി ഈ ഉയർന്നവരെ നമസ്കരിക്കുന്നു. മുഖ്യമായ കാര്യം തന്നെ പവിത്രതയുടേതാണ്. മനുഷ്യൻ തന്നെയാണ്. എന്നാൽ ആ വിശ്വത്തിൻ്റെ അധികാരി എവിടെ? ഇപ്പോഴത്തെ മനുഷ്യരെവിടെ? ഇത് നിങ്ങളുടെ ബുദ്ധിയിൽ തീർച്ചയായും ഉണ്ട്. ഭാരതം തീർച്ചയായും 5000 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു. നമ്മൾ തന്നെയായിരുന്നു വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത്. ഇത് മറ്റാരുടെയും ബുദ്ധിയിലില്ല. ഇദ്ദേഹത്തിനും അറിയാമായിരുന്നില്ല. തീർത്തും ഘോര അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ ബാബ വന്ന് പറഞ്ഞിരിക്കുകയാണ്, ബ്രഹ്മ സോ വിഷ്ണു, വിഷ്ണു തന്നെ ബ്രഹ്മാവ് എങ്ങനെയാകുന്നുവെന്ന്. ഇത് വളരെ ഗുഹ്യവും രമണീയവുമായ കാര്യങ്ങളാണ്. അത് മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഈ നോളജ് പഠിപ്പിക്കാൻ സാധിക്കില്ല. നിരാകാരനായ ബാബ വന്ന് പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനുവാച അല്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് സുഖി ആക്കി മാറ്റുന്നു. പിന്നെ ഞാൻ തൻ്റെ നിർവാണധാമത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സതോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ യാതൊരു ചിലവുമില്ല. കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. കവടിയുടെ ചിലവ് പോലുമില്ലാതെ 21 ജന്മത്തേക്ക് നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ചില്ലിക്കാശ് അയച്ചു തരുന്നു, അതും തൻ്റെ ഭാവിക്ക് വേണ്ടി.
കഴിഞ്ഞ കൽപ്പത്തിൽ ആര് എത്ര ഖജനാവിലിട്ടുവോ അത്രയും തന്നെ ഇപ്പോൾ ഇടും. കൂടുതലോ കുറവോ ഇടുവാൻ സാധിക്കില്ല. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്, അതിനാൽ ചിന്തയുടെ ഒരു കാര്യവുമില്ല. യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ നമ്മുടെ ഗുപ്ത രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബുദ്ധിയിൽ സ്മരിക്കേണ്ടതുണ്ട്. കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിൽ ഇരിക്കേണ്ടതുണ്ട്. പിന്നെ നഷ്ടോമോഹയും ആകേണ്ടതുണ്ട്. ഇവിടെ നഷ്ടോമോഹ ആകുന്നതിലൂടെ പിന്നെ നിങ്ങൾ അവിടെ മോഹജീത് രാജാവും റാണിയുമാകും. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഇപ്പോൾ ഇല്ലാതാകേണ്ടതുണ്ട്. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. പിന്നെ ഇതിനോട് മമത്വം എന്തിനു വയ്ക്കണം? ആരെങ്കിലും രോഗാവസ്ഥയിലാണെന്നിരിക്കട്ടെ. കേസ് ഹോപ്പ്ലെസ് ആണ് എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ പിന്നെ അവരോടുള്ള മമത്വം മാറുന്നു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് പോയി മറ്റൊന്നെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആത്മാവ് അവിനാശിയാണല്ലോ. ആത്മാവ് പോയി, ശരീരം ഇല്ലാതായി. പിന്നെ അതിനെ ഓർമ്മിക്കുന്നതിലൂടെ എന്ത് നേട്ടം? ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ നഷ്ടോമോഹ ആകൂ. തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, എനിക്ക് ആരില്ലെങ്കിലും മോഹം ഇല്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അവസാനം അവർ തീർച്ചയായും ഓർമ്മ വരും. നഷ്ടോമോഹ ആകുമെങ്കിൽ ഈ പദവി നേടും. സ്വർഗത്തിലാണെങ്കിൽ എല്ലാവരും വരും. അത് വലിയ കാര്യമൊന്നുമല്ല. വലിയ കാര്യം ഇതാണ്, ശിക്ഷ അനുഭവിക്കാതെ ഉയർന്ന പദവി നേടണം. യോഗബലത്തിലൂടെ കണക്കുകൾ സമാപ്തമാക്കുകയാണെങ്കിൽ പിന്നെ ശിക്ഷ അനുഭവിക്കുകയില്ല. പഴയ സംബന്ധികളുടെയും ഓർമ്മ വരില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബ്രാഹ്മണരുമായാണ് ബന്ധമുള്ളത്. പിന്നീട് നമ്മുടെ ബന്ധം ദേവതമാരുമായി ഉണ്ടാകും. ഇപ്പോഴത്തെ ബന്ധം ഏറ്റവും ഉയർന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനസാഗരമായ ബാബയുടേതായിരിക്കുകയാണ്. മുഴുവൻ നോളജും ബുദ്ധിയിലുണ്ട്. സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്നത് മുൻപ് അറിയാമായിരുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു. ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. അതിനാലാണല്ലോ ബാബയോട് സ്നേഹമുള്ളത്. ബാബയിലൂടെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. ആ ഒന്നിൻ്റെ നിശ്ചയിക്കപ്പെട്ട രഥമാണ് ഇത്. ഭാരതത്തിൽ തന്നെയാണ് ഭാഗീരഥൻ എന്ന് പാടപ്പെട്ടിട്ടുള്ളത്. ബാബ വരുന്നതും ഭാരതത്തിലാണ്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ 84 ജന്മങ്ങളുടെ ഏണിപ്പടിയുടെ ജ്ഞാനമുണ്ട്. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, ഈ 84ൻ്റെ ചക്രം നമുക്ക് കറങ്ങുക തന്നെ വേണം. 84ൻ്റെ ചക്രത്തിൽ നിന്നും ഒഴിവാകുവാൻ സാധിക്കില്ല. നിങ്ങൾ അറിയുന്നുണ്ട്, ഏണിപ്പടി ഇറങ്ങുന്നതിന് വളരെയധികം ടൈം എടുക്കുന്നു. കയറുന്നതിന് കേവലം ഈ അന്തിമ ജന്മമാണ് എടുക്കുന്നത്. അതിനാൽ പറയുന്നു, നിങ്ങൾ ത്രിലോകിനാഥനും ത്രികാലദർശിയും ആകുന്നു. നമ്മൾ ത്രിലോകിനാഥൻ ആകുന്നവരാണ് എന്ന് നിങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നുവോ? ഇപ്പോൾ ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാബയുടെ അടുക്കൽ ആരെങ്കിലും വരുമ്പോൾ ബാബ ചോദിക്കുന്നു, മുൻപ് ഇതേ ഡ്രസ്സിൽ ഇതേ കെട്ടിടത്തിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? പറയുന്നു, അതേ ബാബ കൽപ്പകൽപ്പങ്ങളിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ ബ്രഹ്മകുമാരി ശരിയായി മനസ്സിലാക്കിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സ്വർഗത്തിൻ്റെ വൃക്ഷം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. സമീപത്താണല്ലോ. മനുഷ്യർ ബാബയെക്കുറിച്ച് പറയുന്നു, നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്. എങ്കിൽ പിന്നെ കുട്ടികൾ എവിടെ നിന്നും വരുവാനാണ്? അവരും നാമരൂപത്തിൽ നിന്നും വേറിട്ടവരാകേണ്ടവരായിരുന്നു. പറയുന്ന വാക്കുകൾ തീർത്തും റോങ് ആണ്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ
അവരുടെ ബുദ്ധിയിൽ തന്നെയാണ് ഇരിക്കുക. എക്സിബിഷനിൽ നോക്കൂ, എങ്ങനെയെല്ലാം ഉള്ളവരാണ് വരുന്നത്. ചിലരാണെങ്കിൽ കേൾവിയുടെ കാര്യങ്ങളനുസരിച്ച് എഴുതുന്നു. ഇതെല്ലാം കൽപ്പനയാണ്. എങ്കിൽ ഇവർ നമ്മുടെ കുലത്തിലേതല്ല എന്ന് മനസ്സിലാക്കുന്നു. അനേകം പ്രകാരത്തിലുള്ള മനുഷ്യരുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ വൃക്ഷവും ഡ്രാമയും 84ന്റെ ചക്രവും വന്നു കഴിഞ്ഞു. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. അതും ഡ്രാമയനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഡ്രാമയിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്യും എന്ന് പറയുന്നത് റോങ് ആണ്. ഇങ്ങനെയും പാടില്ല. ഡ്രാമയെ പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അവരെ പിന്നെ നാസ്തികർ എന്ന് പറയുന്നു. അവർക്ക് ബാബയോട് പ്രീതി വയ്ക്കുവാൻ സാധിക്കില്ല. ഡ്രാമയുടെ രഹസ്യത്തെ തലകീഴായി മനസ്സിലാക്കുന്നതിലൂടെ വീണു പോകുന്നു. പിന്നെ ഇവരുടെ ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കുന്നു. വിഘ്നങ്ങളാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ളവ വരും. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ബാബു പറയുന്നു, ഏതൊരു നല്ല കാര്യങ്ങളാണോ നിങ്ങളെ കേൾപ്പിക്കുന്നത് അത് കേൾക്കൂ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സന്തോഷം വളരെയധികം നിലനിൽക്കും. ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ 84ന്റെ ചക്രം പൂർത്തിയാകുന്നു. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കണം. പതിതമായ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കില്ല. ആദ്യം തീർച്ചയായും പ്രിയതമ്മൻ വേണം. പിന്നാലെയാണ് ഘോഷയാത്ര. ഭോലാനാഥൻ്റെ ഘോഷയാത്ര എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. എല്ലാവർക്കും നമ്പർ അനുസരിച്ച് പോകേണ്ടതുണ്ട്. ഇത്രയും ആത്മാക്കളുടെ കൂട്ടം എങ്ങനെയായിരിക്കും നമ്പർ അനുസരിച്ച് പോകുന്നുണ്ടാവുക? മനുഷ്യർ ഭൂമിയിൽ എത്ര സ്ഥലമെടുക്കുന്നു, എത്ര ഫർണിച്ചറും സ്വത്തുക്കളും മറ്റും ആവശ്യമാണ്. ആത്മാവാണെങ്കിൽ ബിന്ദുവാണ്. ആത്മാവിന് എന്താണ് വേണ്ടത്? യാതൊന്നും വേണ്ട. ആത്മാവ് എത്ര ചെറിയ സ്ഥലമാണ് എടുക്കുന്നത്. ഈ സാകാരി വൃക്ഷവും നിരാകാരി വൃക്ഷവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അതാകട്ടെ ബിന്ദുക്കളുടെ വൃക്ഷമാണ്. ഈ എല്ലാ കാര്യങ്ങളും ബാബ ബുദ്ധിയിൽ ഇരുത്തുന്നു. നിങ്ങൾക്കല്ലാതെ ഈ കാര്യങ്ങൾ ലോകത്തിൽ മറ്റാർക്കും കേൾക്കുവാൻ സാധിക്കില്ല. ബാബ ഇപ്പോൾ തൻ്റെ വീടിൻ്റെയും രാജധാനിയുടെയും ഓർമ്മ വരുത്തുന്നു. കുട്ടികളായ നിങ്ങൾ രചയിതാവിനെ അറിയുന്നതിലൂടെ സൃഷ്ടിചക്രത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. നിങ്ങൾ ത്രികാലദർശിയും ആസ്തികരും ആയിരിക്കുകയാണ്. മുഴുവൻ ലോകത്തിലും ആസ്തികരായി ആരുമില്ല. അത് പരിധിയുള്ള പഠനമാണ്. ഇത് പരിധിയില്ലാത്ത പഠനമാണ്. അത് പഠിപ്പിക്കുന്ന അനേകം ടീച്ചേഴ്സുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് ഒരേ ഒരു ടീച്ചറാണ്. ആ ഒന്ന് പിന്നെ വണ്ടർഫുള്ളാണ്. ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഈ ടീച്ചറാണെങ്കിൽ മുഴുവൻ വേൾഡിൻ്റേതുമാണ്. എന്നാൽ എല്ലാവർക്കും പഠിക്കേണ്ടതില്ല. ബാബയെ എല്ലാവരും അറിഞ്ഞുവെങ്കിൽ വളരെ പേർ ഓടി വന്നേനെ ബാബ് ദാദയെ കാണുന്നതിന് വേണ്ടി. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ ആഡമിൽ ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഓടി വന്നേനെ. ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നത് യുദ്ധം ആരംഭിക്കുമ്പോഴാണ്. പിന്നെ ആർക്കും വരാൻ പോലും കഴിയില്ല. നിങ്ങൾക്കറിയാം, ഈ അനേകം ധർമ്മങ്ങളുടെ വിനാശവും സംഭവിക്കേണ്ടതുണ്ട്. ആദ്യം ഒരു ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഭക്തിമാർഗത്തിൻ്റെയും കാര്യങ്ങളുണ്ട്. ബുദ്ധിയിൽ നിന്നും ഒന്നും മറന്നു പോകുന്നില്ല. എന്നാൽ ഓർമ്മ ഉണ്ടായിരിക്കുമ്പോഴും ഈ ജ്ഞാനമുണ്ട്. ഭക്തിയുടെ പാർട്ട് പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് തിരികെ പോകേണ്ടതുണ്ട്. ഈ ലോകത്തിൽ കഴിയേണ്ടതില്ല. വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി സന്തോഷമുണ്ടായിരിക്കേണ്ടതാണല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ഇപ്പോൾ നിങ്ങളുടെ
വാനപ്രസ്ഥ അവസ്ഥയാണ്. നിങ്ങൾ 2 പൈസ ഈ രാജധാനി സ്ഥാപിക്കുന്നതിൽ വിനിയോഗിക്കുന്നു. അതും എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെയാണ്. നിങ്ങളും കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലുള്ളവരാണ്. നിങ്ങൾ പറയുന്നു, ബാബ അങ്ങും കഴിഞ്ഞ കൽപ്പത്തിലേതാണ്. നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ ബാബയിൽ നിന്നും പഠിക്കുന്നു. ശ്രീമത്തിലൂടെ നടന്ന് ശ്രേഷ്ഠമാകണം. ഈ കാര്യങ്ങൾ മറ്റാരുടെയും ബുദ്ധിയിൽ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഈ സന്തോഷമുണ്ട്. നമ്മൾ നമ്മുടെ രാജധാനി ശ്രീമത്തിലൂടെ സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ കേവലം പറയുന്നു, പവിത്രമാകൂ. നിങ്ങൾ പവിത്രമാകുമെങ്കിൽ മുഴുവൻ ലോകവും പവിത്രമാകും. എല്ലാവരും തിരികെ പോകും. ബാക്കി മറ്റു കാര്യങ്ങളിൽ നമ്മൾ എന്തിന് ആശങ്കപ്പെടണം? എങ്ങനെ ശിക്ഷ അനുഭവിക്കും? എന്ത് സംഭവിക്കും? ഇതിൽ നമുക്കെന്ത് കാര്യം? നമ്മൾ നമ്മുടെ ചിന്തയാണ് വെക്കേണ്ടത്. മറ്റ് ധർമ്മത്തിലുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ എന്തിനു പോകണം? നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ പേര് ഭാരതം എന്നാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ എന്ന പേര് വച്ചിരിക്കുകയാണ്. ഹിന്ദു ഒരു ധർമ്മമല്ല. നമ്മൾ എഴുതുന്നു നമ്മൾ ദേവതാ ധർമ്മത്തിലേതാണ്. എന്നിട്ട് പോലും അവർ ഹിന്ദു എന്നെഴുതുന്നു. കാരണം ദേവീ ദേവതാ ധർമ്മം എപ്പോൾ ഉണ്ടായിരുന്നു എന്നത് അറിയുന്നതേയില്ല. ആരും മനസ്സിലാക്കുന്നതുമില്ല. ഇപ്പോൾ ഇത്രയും BKs ഉണ്ട്. ഇത് ഫാമിലി ആയല്ലോ, വീടായല്ലോ. ബ്രഹ്മാവാകട്ടെ പ്രജാപിതാവാണ്. സർവരുടെയും ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ആദ്യം നിങ്ങൾ ബ്രാഹ്മണരാകുന്നു, പിന്നെ വർണ്ണങ്ങളിൽ വരുന്നു. ഇത് നിങ്ങളുടെ കോളേജ് അഥവാ യൂണിവേഴ്സിറ്റിയുമാണ്, ഹോസ്പിറ്റലുമാണ്. ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി എന്ന് പാടപ്പെടുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ എവർ ഹെൽത്തിയും എവർ വെൽത്തിയും ആകുന്നു. നേച്ചർ ക്യൂർ ചെയ്യിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് ക്യൂർ ആകുന്നതിലൂടെ പിന്നെ ശരീരവും ക്യൂർ ആകും. ഇതാണ് സ്പിരിച്വൽ നേച്ചർ ക്യൂർ. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് 21 ജന്മങ്ങളിലേക്ക് ലഭിക്കുന്നു. മുകളിൽ ആത്മീയ നേച്ചർ ക്യൂർ എന്ന് പേരെഴുതൂ. മനുഷ്യരെ പവിത്രമാക്കുന്നതിനുള്ള യുക്തികൾ എഴുതുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. അതിനാലാണല്ലോ വിളിക്കുന്നത്. ആത്മാവ് ആദ്യം സതോപ്രധാനവും പവിത്രവുമായിരുന്നു, പിന്നെ അപവിത്രമായി. വീണ്ടും പവിത്രം എങ്ങനെയാകും? ഭഗവാനുവാച മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, നിങ്ങൾ പവിത്രമായി മാറും. ബാബ എത്ര യുക്തികൾ പറഞ്ഞു തരുന്നു. ഇങ്ങനെയെല്ലാം ബോർഡ് വയ്ക്കൂ. പക്ഷേ ആരും ഇങ്ങനെയുള്ള ബോർഡ് വെച്ചിട്ടില്ല. മുഖ്യമായ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാകണം. ഉള്ളിൽ ആര് വന്നാലും പറയൂ, നിങ്ങൾ ആത്മാവ് പരംധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ ഈ ഓർഗൻസ് ലഭിച്ചിരിക്കുന്നത് പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ശരീരമാണെങ്കിൽ വിനാശിയാണല്ലോ. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് അപവിത്രമാണ്. വീണ്ടും പവിത്രമാകൂ. അപ്പോൾ വീട്ടിലേക്ക് പോകും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ ഉണ്ടായിരുന്നവർ ആയിരിക്കുമോ അവർ തന്നെയാണ് വന്ന് പുഷ്പമാകുന്നത്. ഇതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളാണെങ്കിൽ നല്ല കാര്യമാണ് എഴുതുന്നത്. ആ ഗുരുക്കന്മാരും മന്ത്രം നൽകുന്നുണ്ടല്ലോ. ബാബയും മന്മനാഭവയുടെ മന്ത്രം നൽകി പിന്നെ രചയിതാവിൻ്റെയും രചനയുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ കേവലം ബാബയെ ഓർമ്മിക്കൂ. മറ്റുള്ളവർക്കും പരിചയം നൽകൂ.
ലൈറ്റ് ഹൗസുമാകൂ. കുട്ടികളായ നിങ്ങൾക്ക് ദേഹി അഭിമാനിയാകുന്നതിൻ്റെ വളരെ ഗുപ്ത പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ഏതുപോലെ ബാബ അറിയുന്നുണ്ട്, ഞാൻ ആത്മാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ കുട്ടികളായ നിങ്ങളും ആത്മാഭിമാനി ആകുന്നതിൻ്റെ പ്രയത്നം ചെയ്യൂ. വായിലൂടെ ശിവശിവ എന്നും പറയേണ്ടതില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. കാരണം ശിരസിൽ പാപങ്ങളുടെ ഭാരം വളരെയധികമുണ്ട്. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ പാവനമാകുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് എങ്ങനെ സമ്പത്തെടുത്തിട്ടുണ്ടാകുമോ അതേപോലെ തന്നെ അവരവരുടെ സമയത്ത് വന്ന് എടുക്കും. യാതൊരു മാറ്റവും ഉണ്ടാവുക സാധ്യമല്ല. മുഖ്യമായ കാര്യം തന്നെ ദേഹി അഭിമാനിയായി ബാബയെ ഓർമ്മിക്കുക എന്നതാണ്. അപ്പോൾ പിന്നെ മായയുടെ അടി ഏൽക്കുകയില്ല. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ വികർമ്മമുണ്ടാകും. പിന്നെ 100 ഇരട്ടി പാപമുണ്ടാകുന്നു. പടികൾ ഇറങ്ങുന്നതിന് 84 ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ വീണ്ടും കയറുന്ന കല ഒരു ജന്മത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ ലിഫ്റ്റിൻ്റെയും ഇൻവെൻഷൻ ഇറങ്ങിയിരിക്കുകയാണ്. മുൻപാണെങ്കിൽ അരയിൽ കൈവച്ചാണ് പടികൾ കയറിയിരുന്നത്. ഇപ്പോൾ സഹജമായി ലിഫ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതും ലിഫ്റ്റാണ്. അതിലൂടെ മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും 1 സെക്കൻഡിൽ പോകുന്നു. ജീവൻ ബന്ധനം വരെ വരുന്നതിന് 5000 വർഷവും 84 ജന്മങ്ങളും എടുക്കുന്നു. ജീവൻ മുക്തിയിൽ പോകുന്നതിന് 1 ജന്മം എടുക്കുന്നു. എത്ര സഹജമാണ്. നിങ്ങളിലും പിന്നാലെ വരുന്നവരും പെട്ടെന്ന് കയറിപ്പോകും. നഷ്ടപ്പെട്ടു പോയ വസ്തു ബാബ നൽകുവാൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ ഒന്നിൻ്റെ മതത്തിലൂടെ തീർച്ചയായും നടക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: യാതൊരു ചിന്തയും ഇല്ലാതെ തൻ്റെ ഗുപ്ത രാജധാനി ശ്രീമത്തിലൂടെ സ്ഥാപിക്കണം. വിഘ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കണം. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ സഹായിച്ചിട്ടുണ്ടോ അവർ ഇപ്പോഴും തീർച്ചയായും ചെയ്യും. ചിന്തയുടെ കാര്യമേ ഇല്ല. സദാ ഈ സന്തോഷം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ വാനപ്രസ്ഥ അവസ്ഥയാണ്. നമ്മൾ തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മാഭിമാനി ആകുന്നതിൻ്റെ വളരെയധികം ഗുപ്തമായ പ്രയത്നം ചെയ്യണം. യാതൊരു വികർമ്മവും ചെയ്യരുത്. വരദാനം: ഏതൊരു വികരാള സമസ്യയെയും ശീതളമാക്കുന്ന സമ്പൂർണ്ണ നിശ്ചയബുദ്ധിയായി ഭവിക്കട്ടെ. ഏതുപോലെ ബാബയിൽ നിശ്ചയമുണ്ടോ അതേപോലെ സ്വയം തന്നിലും ഡ്രാമയിലും സമ്പൂർണ്ണ നിശ്ചയമുണ്ടാകണം. സ്വയം തന്നിൽ അഥവാ ദൗർബല്യത്തിൻ്റെ സങ്കല്പം ഉൽപ്പന്നമാകുന്നുവെങ്കിൽ ദൗർബല്യത്തിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നു. അതിനാൽ വ്യർത്ഥ സങ്കല്പമാകുന്ന ദൗർബല്യത്തിൻ്റെ ജേംസ് തൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. അതിനോടൊപ്പം ഡ്രാമയിലെ ഏതെല്ലാം സീൻ കാണുന്നുവോ ചഞ്ചലതയുടെ സീനിൽ പോലും മംഗളത്തിൻ്റെ അനുഭവമുണ്ടാകണം. വാതാവരണം കുലുക്കുന്നതായിക്കൊള്ളട്ടെ, സമസ്യ വികരാളമായിക്കൊള്ളട്ടെ, എന്നാൽ സദാ നിശ്ചയബുദ്ധിയും വിജയിയുമാകൂ. അപ്പോൾ വികരാള സമസ്യയും ശീതളമായിക്കൊള്ളും. സ്ലോഗൻ: ആർക്ക് ബാബയോടും സേവനത്തോടും സ്നേഹമുണ്ടോ അവർക്ക് പരിവാരത്തിൻ്റെ സ്നേഹം സ്വതവേ ലഭിക്കുന്നു. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ഇതുപോലെ പരമാത്മാവ് ഒന്നാണ് എന്നത്
എല്ലാ ഭിന്ന ഭിന്ന ധർമ്മത്തിലുള്ളവരുടെയും മാന്യതയാണ്. ഇതേപോലെ യഥാർത്ഥവും സത്യവുമായ ജ്ഞാനം ഒരേ ഒരു ബാബയുടേത് തന്നെയാണ്, അഥവാ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന ശബ്ദം എപ്പോഴാണോ ഉയരുന്നത്, അപ്പോൾ ആത്മാക്കളുടെ അനേകം വൈക്കോലുകളുടെ ആശ്രയത്തിൻ്റെ നേർക്ക് അലയുന്നത് നിൽക്കും. ഇപ്പോൾ ഇതാണ് മനസ്സിലാക്കുന്നത്, ഇതും ഒരു വഴിയാണ്, നല്ല വഴിയാണ്. എന്നാൽ ഒടുവിൽ ഒരു ബാബയുടെ ഒരേ ഒരു പരിചയമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന സത്യതയുടെ പരിചയത്തിൻ്റെയും സത്യജ്ഞാനത്തിൻ്റെ ശക്തിയുടെ അലകൾ വ്യാപിപ്പിക്കൂ. അപ്പോൾ പ്രത്യക്ഷതയുടെ കൊടിയുടെ കീഴിൽ സർവ ആത്മാക്കൾക്കും ആശ്രയം എടുക്കുവാൻ സാധിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ദിവ്യ ആത്മനക്ഷത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആത്മാഭിമാനി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവ പരിധിയുള്ള ആകർഷണങ്ങളിൽ നിന്നും പ്രഭാവങ്ങളിൽ നിന്നും നിർലിപ്തമായിരിക്കുന്ന ഈ ശ്രേഷ്ഠ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സഹജമായി പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി മാറുവാൻ എനിക്ക് സാധിക്കുന്നു. സർവ മംഗളകാരിയും സർവശക്തിവാനുമായ പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് ലീനമാകുന്നു. ഈ ശ്രേഷ്ഠമായ അവസ്ഥയിൽ പവിത്രതയുടെ റോയൽറ്റി എന്നിൽ നിറയുന്നു. സർവശക്തിവാനുമായുള്ള ഈ ശ്രേഷ്ഠ സംഘം എന്നെ സഫലതാ സ്വരൂപമാക്കി മാറ്റുന്നു. സദ്ഗുരുവായ ബാബ നൽകിയ മഹാമന്ത്രത്തിൻ്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുമ്പോൾ ഈശ്വരീയ വരദാനങ്ങളുടെ സഹജ പ്രാപ്തി എനിക്ക് ഉണ്ടാകുന്നു. വിശ്വമംഗളകാരിയായ ശിവബാബയുമായി കമ്പൈൻഡായിരുന്ന വിശ്വത്തിലെ ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് ശാന്തിയുടെയും ശക്തിയുടെയും ആനന്ദത്തിൻ്റെയും ഈശ്വരീയ പ്രാപ്തികൾ ദാനം ചെയ്യുന്നു.